പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. രാജി കൃഷ്ണൻ ഉണ്ണിയുടെ ലോകത്തേക്ക് വലത് കാൽ വെച്ച് കയറുകയാണ്. ഒരു മലയായി കുടിലിനേക്കാൾ ഒട്ടും വ്യത്യസ്തമല്ലാത്ത ഉണ്ണിയുടെ വീട്ടിലെത്തുന്ന രാജി ആ ലോകം കണ്ട് അമ്പരക്കുന്നുണ്ട്. കാടിൻ്റെ ലോകത്തേക്ക്, അതിൻ്റെ ഭംഗിയിലേക്ക് ഉണ്ണി അവളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. ജിം ഗുരു എന്ന് വിളിക്കുമ്പോഴൊക്കെ രാജിക്ക് ഉള്ളുകൊണ്ട് അലോസരമായിരുന്നു തോന്നിയിരുന്നത്. പക്ഷേ നേരിൽ ഉണ്ണിയോടുള്ള ജിമ്മിൻ്റെ ബഹുമാനം കാണുമ്പോൾ രാജിക്ക് അതിശയം കൂടുകയാണ്. രാജി അറിയുന്നുണ്ടായിരുന്നില്ല, വരും ദിനങ്ങളിൽ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കത്തിൻ്റെ ആദ്യ പടികളിലാണ് അവൾ ചവിട്ടുന്നതെന്ന്. വായിക്കാം. അവകാശികളുടെ 2-ാം അധ്യായത്തിൻ്റെ 4-ാം ഭാഗത്തിലേക്ക് കടക്കാം. ഇടവഴി അവസാനിക്കുന്നിടത്ത് ചെറിയൊരു കൽപ്പാലമുണ്ട്. കാർ അവിടെ നിർത്തി മുത്തു പുറത്തിറങ്ങി ഗേറ്റ് തുറക്കാൻ. കായലിൽ ഒഴുകിച്ചേരുന്ന കൊച്ചു തോടാണ് താഴെ. ഒഴുക്ക് വെള്ളമേ ഉള്ളൂ. മഴ പെയ്ത് കുന്നുംപുറത്ത് നിന്നും വെള്ളം കുത്തി ഒഴുകുമ്പോൾ മാത്രമാവാൻ നിറയുന്നത്. വേലിയേറ്റത്തിൽ കായലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് തലവെക്കാനും ഇടയുണ്ട്. മുത്തു പടി തുറക്കുമ്പോൾ ജിം തിരിഞ്ഞിരുന്ന് സ്വല്പം നാടകീയതയോടെ ചോദിച്ചു, ദാന്തെ മഹാകവി നരകത്തിന്റെ പടിക്കൽ എഴുതി വച്ചിരുന്നത് എന്താണെന്ന് അറിയില്ലേ? ഇല്ല. അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് രാജി അമ്പരന്നു. ആരെഴുതി വെച്ചത്? ഇറ്റാലിയൻ മഹാകവി ദാന്തെ. കേട്ടിട്ടില്ലെന്നോ? ഇല്ല. അത്ഭുതം തന്നെ. ഹോമറേയും ഷേക്സ്പിയറേയും പോലെ പ്രസിദ്ധനാണല്ലോ. അതെയോ? സ്വന്തം അജ്ഞതയിൽ അല്പം ജാള്യത തോന്നി. ഏതായാലും ഞാൻ കേട്ടിട്ടില്ല. സാരില്ല. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കാവ്യത്തിൽ നരകത്തിന്റെ ഒരു വർണ്ണനയുണ്ട്. നരകത്തിന്റെ പടിക്കൽ എഴുതി വെച്ചിട്ടുള്ളതായി അദ്ദേഹം പറയുന്നു, ഉള്ളിൽ കടക്കുന്നവരെ ആശ ഉപേക്ഷിക്കൂ എന്ന്. എന്നാൽ ഈ പടിക്കൽ എഴുതി വെക്കേണ്ടത് എന്താണെന്നോ? ഉള്ളിൽ കടക്കുന്നവരെ നിങ്ങൾക്കിതൊരു ആശ്രയ കേന്ദ്രമാണ് എന്ന്. നാം പ്രവേശിക്കുന്നത് പാവനമായ ഒരു മേഖലയിലേക്കാണ്. വിശേഷിച്ച് മറുപടിയൊന്നും പറയാനില്ലാത്തപ്പോഴൊക്കെ ചെയ്യാറുള്ളത് പോലെ പുഞ്ചിരി തൂകി. അല്ലെങ്കിലും ജിമ്മിന്റെ ഭാവവും നാട്യവും കണ്ടാൽ ചിരി വരാതിരിക്കില്ല. ഏതോ മഹത്തായ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലേക്ക് കയറി ചെല്ലുകയാണെന്ന് തോന്നും. കോമാളിത്തത്തിന്റെ രൂപഭേദം മാത്രമല്ലേ ഇതൊക്കെ? ഏതായാലും പുതിയൊരു നിർവ്വാണ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന പ്രതീതി ഒന്നും ഉണ്ടായില്ല. അകത്ത് കടന്നപ്പോൾ അസാധാരണമായി ഒന്നുമില്ലാത്തൊരു തെങ്ങും തോപ്പ്, അതിൻ്റെ നടുക്ക് തൂണുകളിൽ കയറ്റിവെച്ച പത്തായം പോലെ തോന്നിപ്പിക്കുന്ന മലായ് സമ്പ്രദായത്തിലുള്ള ഒരു അത്താപ്പു വീട്. ഇങ്ങനെ ഒരു പറമ്പും വീടും മലയിൽ എവിടെ നോക്കിയാലും കാണാം. പൂത്ത ചെമ്പരത്തികൾ കരവയ്ക്കുന്ന ഡ്രൈവേയിലൂടെ അകത്ത് ചെല്ലുമ്പോൾ ജിം പറഞ്ഞു, ജീപ്പുണ്ട്, ഒരു മടങ്ങിയെത്തിയിരിക്കുന്നു. മുത്തു ഓരോരം ചേർത്ത് കാറ് നിർത്തി. ജിം വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ലിഫ്റ്റിന് നന്ദി. ആ, ഒന്നിറങ്ങി ഗുരുവിനെ കാണുന്നോ? ഇപ്പോൾ വേണ്ട. രാജി വാച്ച് നോക്കി. നേരം വൈകി. 1 മിനിറ്റല്ലേ വേണ്ടൂ. ഇവിടെ വരെ വന്നിട്ട് അദ്ദേഹത്തെ കാണാതെ പോകുന്നത് ശരിയല്ല. വരൂ, മണി 1 ആയിട്ടില്ലല്ലോ. ആവാറായി. ഇപ്പോൾ തന്നെ വേണോ? ഇനി ഒരിക്കൽ പോരെ? വരൂന്നേ, 1 മിനിറ്റ് മതി. വെൽ, ഓക്കെ. രാജി ശങ്ക മുഴുവൻ തീരാത്ത മട്ടിൽ സാവധാനത്തിൽ പുറത്തിറങ്ങി. ശരിയാണ്, ഇവിടെ വരെ വന്നിട്ട് അദ്ദേഹത്തെ കാണാതെ പോകുന്നത് ശരിയല്ല, പ്രത്യേകിച്ചും ജിം നിർബന്ധിക്കുന്ന സ്ഥിതിക്ക്. കുത്തനെയുള്ള മരക്കോണിയുടെ കടക്കിലെത്തിയപ്പോൾ സംശയിച്ചു നിന്നു. എന്തിനാണ് ശങ്കിച്ചതെന്ന് അറിഞ്ഞുകൂടാ. കയറു. കോണിയുടെ കൈവരിയിൽ പിടിച്ചപ്പോൾ ഒന്ന് ഇളകിയോ എന്ന് തോന്നി. 8-10 അടി ഉയരമുള്ള കൽത്തൂണുകളിലാണ് ഏറുമാടം പോലെയുള്ള വീട് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ചോടെ തല കുനിക്കാതെ തന്നെ നടക്കാം. തറ സിമെന്റ് ഇട്ടിരിക്കുന്നു. ഒരിടത്ത് നാളികേരം കൂമ്പാരം കൂട്ടിയിട്ടിട്ടുണ്ട്. പച്ചമടലിന്റെ സുഖമുള്ള മണം വായുവിൽ തങ്ങി നിൽക്കുന്നു. തേങ്ങാക്കൂമ്പാരത്തിനപ്പുറത്ത് പൂച്ചട്ടികൾ നിരത്തി വെച്ചിരിക്കുന്നു. പിറകിൽ ജീപ്പ് കിടക്കുന്നുണ്ട്. കയറു, ശങ്കിക്കണ്ട. രാജി കൈവരിയിൽ പിടിച്ച് സൂക്ഷിച്ചു കയറി.
പടികളിൽ ചിലത് ഭയപ്പെടുത്തുന്ന രീതിയിൽ കരഞ്ഞു. ചവിട്ടുമ്പോൾ ഉറപ്പ് പോരെന്നൊരു തോന്നൽ. പേടിക്കാനില്ല, ജിം ആശ്വസിപ്പിച്ചു. ഒച്ചയുണ്ടെങ്കിലും നല്ല ഉറപ്പുള്ളതാണ്. ഞാനും പ്രിയയും തുള്ളിച്ചാടി കളിക്കണതല്ലേ. പ്രിയ സ്കൂളിലായിരിക്കും അല്ലേ? അതെ, 1:30 മണി കഴിയും വരുമ്പോൾ. കതക് ചാരിയിരുന്നതേ ഉള്ളൂ. അത് തള്ളി തുറന്ന് അകത്ത് കടന്നപ്പോൾ ഏതോ പുതിയൊരു സെറ്റിൽ കയറി ചെന്ന പ്രതീതിയാണ് ഉണ്ടായത്. വീതിയുള്ള നീണ്ട വരാന്ത, ഇളം മഞ്ഞച്ചായം തേച്ച പരുക്കൻ മരച്ചുമരികൾ, പോളിഷ് ഇടാത്ത മരപ്പലക വിരിച്ച കറുപ്പേശ്യ നിലം, വാർണിഷ് കണ്ടിട്ടില്ലാത്ത തടിയൻ സെറ്റികൾ. 10-20 കൊല്ലത്തെ പഴക്കമെങ്കിലും കാണും. കുഷ്യനുകൾ വൃത്തിയുള്ളവയാണ്, അതൊരു സമാധാനം. ഇരിക്കൂ, ഞാൻ ഗുരുവിനോട് പറയട്ടെ. ജിം വരാന്തയുടെ അറ്റത്തുള്ള വാതിലിലൂടെ അപ്രത്യക്ഷപ്പെട്ടു. രാജി ഇരുന്നില്ല. നിന്ന നിൽപ്പിൽ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഈ വരാന്ത തന്നെ ആയിരിക്കണം സ്വീകരണ മുറി. ഇത്ര ശൂന്യമായ ഒരു മുറി വേറെ കണ്ടിട്ടില്ലെന്ന് തോന്നി. ചുമരിന്റെ മടിപ്പിക്കുന്ന മഞ്ഞ നിറം ഭഞ്ജിക്കാൻ ചിത്രമില്ലാത്ത തീയതികൾ മാത്രമുള്ള ഒരു കലണ്ടറേ ഉള്ളൂ. വീട്ടുടമസ്ഥന് മറ്റെന്തെല്ലാം മഹാത്മ്യങ്ങൾ ഉണ്ടെങ്കിലും കലാബോധമില്ല, തീർച്ച. ജനാലക്കിലേക്ക് തിരിഞ്ഞു. അരിപ്പ വലയിട്ട ജനാലകൾ മലർക്ക തുറന്നു വച്ചിരിക്കുന്നു. താഴെ വെള്ള മണൽ വിരിച്ച മുറ്റമാണ്. വെയിലത്ത് കണ്ണ് ചിമ്മിക്കുന്നു. മുറ്റത്തിന് അതിരിടുന്ന ഇഷ്ടിക വരമ്പിനപ്പുറത്ത് എന്തൊക്കെയോ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. കാട്ടുചെടികളാണെന്ന് തോന്നുന്നു. ചുവന്ന മുളകളുടെ ചെറിയൊരു കൂട്ടവുമുണ്ട്. അതിന്റെ പിറകിൽ തഴച്ചു നിൽക്കുന്ന ഒരു ചിക്കുമരം. അപ്പുറം തെങ്ങിൻ തോപ്പാണ്. തോപ്പിനിടയിലൂടെ കായൽ കാണാം. ഗുരു റൂമിലില്ലല്ലോ. ജിമ്മിന്റെ സ്വരം കേട്ട് രാജി തിരിഞ്ഞു നോക്കി. എന്താ രാജി ഇരിക്കാത്തത്? ഞാൻ ആച്ചിയോട് ചോദിക്കട്ടെ എവിടെയാണ് ഗുരുവെന്ന്. ഇരിക്കൂ. ജിം വരാന്തയുടെ മധ്യത്തിലുള്ള വാതിലിലൂടെ ഇടനാഴിയിലേക്ക് പ്രവേശിച്ചു. ഇടനാഴിയുടെ അറ്റത്തെത്തിയപ്പോൾ കോണി ഇറങ്ങുന്നത് കണ്ടു. അടുക്കള വേറെയായിരിക്കും, നിലവിധാനത്തിൽ. ഇത്തരം വീടുകളിൽ അങ്ങനെയാണല്ലോ പതിവ്. വീണ്ടും പുറത്തേക്ക് നോക്കി. മിസ്റ്റർ കൃഷ്ണനുണ്ണി തിരഞ്ഞെടുത്ത സ്ഥലം കൊള്ളാം. വേണ്ട വിധത്തിലൊരു വീടും ഭംഗിയായി സംവിധാനം ചെയ്ത ഒരു ഉദ്യാനവും ഉണ്ടെങ്കിൽ ഉഗ്രനായനെ. ഇപ്പോൾ ഒരു മലൈ കർഷകന്റെ വീട്ടിനേക്കാൾ മെച്ചപ്പെട്ടതൊന്നുമല്ല. ഒരു കാലത്ത് അങ്ങേയറ്റത്തെ പ്രതാപത്തിൽ ജീവിച്ച മനുഷ്യന് ഇങ്ങനെയൊരിടം കൊണ്ട് എങ്ങനെ തൃപ്തിപ്പെടുന്നു? ഗുരു കുളിമുറിയിലാണ്, ഇപ്പോൾ വരും. ജിം മടങ്ങി വന്നു. ഇരിക്കൂ. എന്താ ഇരിക്കാത്തത്? ഞാൻ അപ്പാടെ ഒന്ന് കണ്ണോട്ടിക്കുകയായിരുന്നു. ഇതൊരു മനോഹരമായ വീടാണ് അല്ലേ? ഇതോ? രാജിയുടെ സ്വരത്തിൽ അല്പ അവജ്ഞ കലർന്നിരുന്നു. മനോഹരം? എന്താ മനോഹരമല്ലേ? സ്ഥലം കൊള്ളാം, പക്ഷെ വീട്. രാജി തോൾ കുലുക്കി. ഇത് മനോഹരമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നവീന മാളികകളെന്ന് പറയുന്ന കോൺക്രീറ്റ് പെട്ടികളെക്കാളൊക്കെ എത്രയോ മനോഹരമാണിത്. അല്ലെങ്കിലും വീടുകളുടെ സൗന്ദര്യം കുടികൊള്ളുന്നത് ചായപ്പകിട്ടിലോ അലങ്കാര വസ്തുക്കളിലോ അല്ല. വീടായാൽ ഒരു ആത്മാവ് വേണം. ആത്മാവിന്റെ ഭംഗിയാണ് വീടിന്റെ ഭംഗി. ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു, രാജി കളിയായി അടിയറവ് പറഞ്ഞു. എന്റെ സൗന്ദര്യബോധം അത്രത്തോളം ആത്മീയമല്ല. ഇരുവരും ചിരിച്ചു. ഇരിക്കൂ. ഇവിടെ അല്ലെങ്കിൽ ഗുരുവിന്റെ മുറിയിൽ അഥവാ ഗുഹയിൽ കയറിയിരിക്കാം. വേണ്ട, ഞാനിവിടെ നിൽക്കാം. രാജി വാച്ചു നോക്കി. നേരം വൈകുന്നു. ആരാണ് അവിടെ? ജിം. ഇടനാഴിയിൽ നിന്ന് ചോദ്യം. പ്രിയ നേരത്തെ വന്നോ? ഒച്ച കേട്ടപ്പോൾ ഉണ്ണിയുടെ രൂപം മനസ്സിലുദിച്ചു. അല്ല ഗുരു, നമുക്കൊരതിഥിയുണ്ട്. അതാരാ? കൃഷ്ണനുണ്ണി വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. അല്ല, രാജിയോ? രാജി വിനയത്തോടെ ഒന്ന് ഒതുങ്ങി നിന്നു. ജിമ്മിന്റെ നേരെ നോക്കി. ജിമ്മിന് വന്നു ചേർന്ന ഭാവവ്യത്യാസം ക്ഷിപ്രവും അത്ഭുതകരവുമായിരുന്നു. കലണ്ടറിൽ സീതാരാമന്മാരുടെ മുമ്പിൽ നിൽക്കുന്ന ആഞ്ജനേയന്റെ ചിത്രമാണ് ഓർമ്മ വന്നത്. ശരിക്കും ഹെഡ്മാസ്റ്ററുടെ മുൻപിൽപ്പെട്ട വിദ്യാർത്ഥി തന്നെ. ഗുരുവെന്ന് വിളിക്കുന്നത് കളിയായിട്ടല്ലെന്ന് തീർച്ച. എന്താ നിൽക്കുന്നത്? മിസ്റ്റർ ഉണ്ണി മലയാളത്തിലാണ് പറഞ്ഞത്. ഇരിക്കൂ. ഇല്ല, ഞാൻ പോവുകയാണ്.
ജിമ്മിനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാണ്, അപ്പോൾ കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. അത് നന്നായി. ഒരു നിമിഷമെങ്കിലും ഇരിക്കൂ. ഈ മഹാരഥനെ എവിടെ നിന്ന് കിട്ടി? ടൗണിൽ വെച്ച് കണ്ടതാണ്. ജിം, അതിഥിക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തുവോ? ആച്ചി എന്താ ചെയ്യുന്നത്? എനിക്കൊന്നും വേണ്ട. രാജി വാച്ച് നോക്കി. ഉണ്ണാനുള്ള നേരമായല്ലോ. എന്നാലും ഇവിടെ ആദ്യമായി വരുന്നതല്ലേ. ജിം, ഓറഞ്ചോ ലെമണോ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയൂ ആച്ചിയോട്. ഞാൻ തന്നെ കൊണ്ടുവരാം ഗുരു. ജിം അപ്പുറത്തേക്ക് പോയപ്പോൾ മിസ്റ്റർ ഉണ്ണി വീണ്ടും പറഞ്ഞു, ഇരിക്കൂ രാജി. ഓക്കെ. ജനാലയുടെ സമീപത്തുള്ള സെറ്റിയിലിരുന്നു. മിസ്റ്റർ ഉണ്ണി എതിരിലും. ജിം വളരെ നല്ല പയ്യനാണ്, മിസ്റ്റർ ഉണ്ണി പറഞ്ഞു. അസാമാന്യ ബുദ്ധിശക്തിയുണ്ട്. ഈ കാണുന്നതൊന്നും കണക്കാക്കണ്ട. മറുപടി എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ ആവോ ഒന്ന് നിർത്തി അദ്ദേഹം. അവൾ മൗനം പാലിച്ചതേയുള്ളൂ. നല്ല സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ ഉള്ള കൂട്ടത്തിലാണ്. ഇങ്ങനെയൊരു വേഷം ഇടയ്ക്ക് കെട്ടിയെന്നേയുള്ളൂ. ജിമ്മുമായി പരിചയപ്പെട്ട ശേഷം ഹിപ്പികളെ കുറിച്ച് എനിക്കുള്ള അഭിപ്രായം തന്നെ മാറിയിരിക്കുന്നു. മിസ്റ്റർ ഉണ്ണി ഒന്ന് ഇളകിയിരുന്നു. ഇപ്പോൾ ഇവിടെയാണ് താമസം? ഓ അതെയോ? അതെ, മിസ്റ്റർ ഉണ്ണി പെട്ടെന്ന് ഓർത്തതുപോലെ ചോദിച്ചു. ആ, ശ്രീധരൻ വരുമെന്ന് പറഞ്ഞിരുന്നു. വന്നോ? ഞാൻ പോരുന്നത് വരെയും വന്നിട്ടില്ല. ഞാൻ 10:10 ഇറങ്ങിയതാണ്. കുറുപ്പിന് വിശേഷമൊന്നുമില്ലല്ലോ? ഇന്നലെ രാത്രി റെസ്റ്റ്ലെസ് ആയിരുന്നു. ഇന്ന് മുറിയിന്ന് പുറത്തിറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഓഹോ, അത് ഞാൻ അറിഞ്ഞില്ല. സുഭദ്രയമ്മ ആളെ അയച്ചിരുന്നുവെന്ന് ആച്ചി പറഞ്ഞു. ഞാൻ ഉച്ച തിരിഞ്ഞു വരാം. അമ്മയോട് പറയൂ. ജിം ഒരു ട്രേയിൽ 2 ഗ്ലാസ് മധുരനാരങ്ങ നീരുമായി എത്തി. ഒന്ന് രാജിക്ക് കൊടുത്തു, മറ്റേത് താനും എടുത്തു. അപ്പോൾ രാജി മിസ്റ്റർ ഉണ്ണിയുടെ നേരെ നോക്കി. എനിക്ക് വേണ്ടെന്ന് ജിമ്മിന് അറിയാം. മിസ്റ്റർ ഉണ്ണി പുഞ്ചിരി തൂകി. ഞാൻ സമയം തെറ്റി ഒന്നും കഴിക്കില്ല. അപ്പോൾ പിന്നെ എന്നെ നിർബന്ധിക്കരുതായിരുന്നു. രാജി പരിഭവം നടിച്ചു. ഇത് ന്യായമല്ല. അതിനെന്താ, ഞാനില്ലേ കൂട്ട്? ജിം ചോദിച്ചു. ഞാൻ സമയം തെറ്റിയിട്ടല്ലാതെ ഒന്നും കഴിക്കില്ല. ബഹു നിർബന്ധമാണ്. എല്ലാവരും ചിരിച്ചു. ജിം പുറത്തു പോയപ്പോൾ ഫോട്ടോകൾ മേടിച്ചു കൊണ്ടുവന്നുവോ? തയ്യാറായിട്ടില്ല ഗുരു, വൈകുന്നേരത്തേക്കേ ആവൂ. എന്ത് ഫോട്ടോകളാ? പക്ഷികളുടെ. കഴിഞ്ഞ ആഴ്ച കാട്ടിൽ പോയപ്പോൾ എടുത്തതാണ്. ഓ, ഇടയ്ക്കിടയ്ക്ക് കാട്ടിൽ പോകാറുണ്ട് അല്ലേ? ഇങ്ങനെ പടം പിടിക്കാനാണോ? അല്ല, കാട്ടിൽ പോകാനുള്ള രസത്തിന് കാട്ടിൽ പോകുന്നു. അത്ഭുതകരമായ ഒരു അനുഭൂതിയാണ് കാട്ടിൽ ഏതാനും ദിവസം കഴിച്ചുകൂട്ടുക എന്നത്. പോകുമ്പോൾ ക്യാമറ കയ്യിൽ വയ്ക്കും. നല്ല കാഴ്ചകൾ കണ്ടാൽ പടം പിടിക്കും. പ്രത്യേകിച്ചും പക്ഷികളുടെ. കാട്ടിലെ പക്ഷികളെയും പൂക്കളെയും കാണാൻ എന്ത് ഭംഗിയാണെന്നോ. ഞാൻ കാടേ കണ്ടിട്ടില്ല. രാജി ചിരിച്ചു. സ്റ്റുഡിയോവിലെ കാടല്ലാതെ. സിനിമയിലെ കാടുകളും ശരിയായ കാടും തമ്മിൽ ഒരു ബന്ധവുമില്ല. പഴയ ടാഴ്സൺ പടങ്ങളിലെ കാടുകൾ പോലും. വാസ്തവത്തിൽ കാട് അത്ര ഭയങ്കരമായ സ്ഥലമൊന്നുമല്ല. ഒന്ന് പരിചയിച്ചാൽ മതി. പിന്നെ വീട്ടുമുറ്റത്തെ പൂന്തോട്ടം പോലെയേ തോന്നുള്ളൂ. പൂന്തോട്ടം പോലെയോ? ആളെ കളിപ്പിക്കുകയല്ലേ എന്ന ഭാവത്തിലൊന്ന് ചിരിച്ചു രാജി. പൂന്തോട്ടത്തിൽ പുലിയും മലമ്പാമ്പും ഒന്നും ഉണ്ടാവില്ലല്ലോ. കാട്ടിൽ പുലിയും മലമ്പാമ്പും ഉണ്ടെങ്കിൽ എന്താ? ഒരു തകരാറുമില്ല. കണ്ടാൽ ഉടനെ പിടിച്ചു തിന്നും എന്നുള്ള ധാരണയുണ്ടല്ലോ, അത് ശുദ്ധ അസംബന്ധമാണ്. മനുഷ്യൻ അടുത്തെത്തുമ്പോഴേക്കും പുലിയും ആനയുമൊക്കെ ഓടി ഒളിക്കും. അതാണ് സത്യം. എനിക്ക് വിശ്വാസം വരുന്നില്ല. അതാണ് സത്യം, മിസ്റ്റർ ഉണ്ണി ഉറപ്പിച്ചു പറഞ്ഞു. അവയെ കണ്ടുകിട്ടുന്നതേ അപൂർവമാണ്. കാട്ടുവഴിയിൽ കൂടി പോകുമ്പോൾ മരം കൊമ്പത്ത് ഞാന്നു കിടക്കുന്ന മലമ്പാമ്പ് ചാടി വീണ് വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലും എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ടാഴ്സൺ ഫിലിമില് കണ്ടിട്ടുമുണ്ടാവും. ഒക്കെ ഭാവനയാണ്. കാട് തികച്ചും സുരക്ഷിതമായ ഒരിടമാണ്. രാജി ചിരിച്ചു. വിശ്വാസം വരുന്നില്ല അല്ലേ? സിംഗപ്പൂരിലോ കോലാലംപൂരിലോ റോട്ടിൽ നടക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണ് കാട്ടുവഴിയിൽ നടക്കുന്നത്. ഞാൻ തമാശ പറയുകയല്ല. ന്യൂയോർക്കിലെ തെരുവുകളിൽ രാത്രി നടക്കുന്നതിനേക്കാൾ സുരക്ഷിതമായിരിക്കും, തീർച്ച. ജിം പറഞ്ഞു. സെൻട്രൽ പാർക്കിലാണെങ്കിൽ പകലും കൂടി ഭയപ്പെടണം. മിസ്റ്റർ ഉണ്ണി സംസാരിക്കുമ്പോൾ ശ്രദ്ധാപൂർവം കേൾക്കുകയല്ലാതെ ഇടയ്ക്ക് കയറി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ജിം എന്ന വസ്തുത ശ്രദ്ധിച്ചു രാജി. ശരിയായ ശിക്ഷ തന്നെ. കാട്ടിൽ ഭയപ്പെടാനുണ്ടെങ്കിൽ നിസ്സാര ജീവികളെയാണ്.
കടന്നൽ, തേള് തുടങ്ങിയവ. അതൊന്നും അത്ര സാരമില്ല. മറിച്ച് കാടിന്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. വിശേഷിച്ച് മലയിലെ കാടുകൾ. ഭംഗിയുണ്ടായിരിക്കും, സമ്മതിച്ചു. എന്നാലും ഭംഗി മാത്രമല്ല, കാട്ടിൽ ചെന്നാൽ മനസ്സിന് കിട്ടുന്ന ശാന്തി അത്ഭുതകരമാണ്. ചിന്തയ്ക്ക് കിട്ടുന്ന ഏകാഗ്രതയും. പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരനുഭവമാണത്. വെറുതെയല്ല പണ്ടത്തെ മഹർഷിമാർ തപസ്സിന് കാട്ടിൽ പോകാറുള്ളത്. കാട് ഒരു പ്രത്യേക ലോകം തന്നെയാണ്. മറ്റെല്ലാവരെയും പോലെ താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ച് മിസ്റ്റർ ഉണ്ണിയും വാതോരാതെ പ്രസംഗിക്കുന്ന മട്ടാണ്. മുത്തുപോലുള്ള തത്വങ്ങളൊന്നുമല്ല ഉതിരുന്നത്. സാന്നിധ്യത്തിൽ പ്രത്യേകിച്ച് തരംഗങ്ങളൊന്നും അനുഭവപ്പെടുന്നതുമില്ല. എല്ലാ മാസവും പോകുമോ? അങ്ങനെ കണക്കൊന്നുമില്ല. സൗകര്യം കിട്ടുമ്പോൾ പോകും. അടുത്ത തവണ ജിമ്മും പോരണമെന്ന് പറഞ്ഞു കൂടിയിരിക്കുകയാണ്. ഇനി എന്നാ പോണത്? അതിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. 2-3 ആഴ്ചക്കകം പോണമെന്ന് കരുതുന്നു. കുറേയധികം ദൂരം പോണോ? വെർജിൻ ജംഗിളിൽ എത്തണമെങ്കിൽ വേണം 2-3 മണിക്കൂർ ജീപ്പിൽ പോണം. കമ്പോങ് ഹന്തു വരെ. അവിടുന്ന് പുഴയിലൂടെ തോണിയിൽ പോണം. 3-4 മണിക്കൂർ പോയാൽ ഏകദേശം നല്ല കാട്ടിലെത്തും. ഒറ്റയ്ക്കാണോ പോവുക? അല്ല, സുജാക്കുണ്ടാവും, എൻ്റെ തോട്ടക്കാരൻ. പണ്ട് വനം വകുപ്പിലായിരുന്നു ജോലി. പിന്നെ തോണിക്കാരും. ചിലപ്പോൾ വഴി കാണിക്കാൻ ഒറാങ് അസ്ലികളും, എന്ന് വെച്ചാൽ ആദിമവാസികൾ. അവർക്ക് കാട് വീടാണല്ലോ. കുറച്ചു നേരം മിണ്ടാതിരുന്ന ശേഷം രാജി താല്പര്യത്തോടെ ചോദിച്ചു, നേരത്തെ പറഞ്ഞത് സത്യമാണോ? കാട്ടിൽ പേടിക്കാൻ ഒന്നുമില്ലേ? ഇല്ലാന്നേ. മിസ്റ്റർ ഉണ്ണി ചിരിച്ചു. എന്താ, പോയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. ഞാനില്ല. പേടിയാണോ? എനിക്ക് പേടിയൊക്കെയുണ്ട്. അങ്ങനെയാണെങ്കിൽ കാട്ടിൽ പോകാതെ തന്നെ കാട്ടിലെ സൗന്ദര്യം കുറേയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫോട്ടോ ഉണ്ട്, സ്ലൈഡ്സും ഉണ്ട്. ഇനി ഒരിക്കലാവട്ടെ, താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കാണണം. എന്നാൽ സൗകര്യം പോലെ ഒരു ദിവസം വരൂ. കുറച്ചേറെയുണ്ട്. വരാം. രാജി വാച്ച് നോക്കി. 1:15 ഞാൻ ഇറങ്ങട്ടെ. ശരി, ഉണ്ണാൻ അമ്മ കാത്തിരിക്കും അല്ലേ? രാജി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. പിറകെ മിസ്റ്റർ ഉണ്ണിയും ജിമ്മും. ജിം വാ തുറക്കുന്നതേയില്ല. ഇത്ര ബഹുമാനമോ? കണ്ടിട്ടും വർത്തമാനം പറഞ്ഞിട്ടും ഉണ്ണി ഒരു സാധാരണ മനുഷ്യനാണെന്നല്ലാതെ മറ്റൊന്നും തന്നെ തനിക്ക് തോന്നുന്നില്ല. ജിമ്മിന് കാര്യമായി എന്തോ തകരാറുണ്ട്. കോണി ഇറങ്ങി മുറ്റത്തെത്തിയപ്പോൾ മിസ്റ്റർ ഉണ്ണിയെ ഇദംപ്രഥമമായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അളവെടുക്കുന്നത് പോലെ. വരാന്തയിലിരിക്കുമ്പോൾ കണ്ടതുപോലെ അല്ല. വെയിലത്ത് കാണുമ്പോൾ വിചാരിച്ചതിലും ചെറുപ്പം തോന്നിക്കുന്നു. എന്ത് പ്രായമായിരിക്കും? 40. അത്ര തോന്നില്ല. 35. ഏറി വന്നാൽ 1-2 വർഷം കൂടുതൽ. തലയിൽ ഒരു വശത്ത് മാത്രം ഇത്തിരി നര കയറിയിട്ടുണ്ട്. അതൊരു ഭംഗിയാണ്. ആൾ വെളുത്തിട്ടാണ്. വെയിൽ കൊണ്ട് അല്പം കരിഞ്ഞ വെളുപ്പാണെങ്കിലും ഒത്ത ഉയരമുണ്ട്. ഉറച്ച ശരീരം. മുഖത്ത് ഗൗരവമുണ്ട്. അതോടൊപ്പം സൗമ്യതയും. വലിയ കണ്ണുകൾ. ഇടതൂർന്ന കൂട്ടുപിരികം. ഞാൻ ഇനിയൊരു ദിവസം വരാം. രാജി യാത്ര പറഞ്ഞു. ഉപദ്രവമാവില്ലെങ്കിൽ. സ്വല്പമൊക്കെ ഉപദ്രവമായാലും തരക്കേടില്ല. മിസ്റ്റർ ഉണ്ണി ചിരിച്ചു. എപ്പോൾ വേണമെങ്കിലും വരാം, സ്വാതന്ത്ര്യത്തോടുകൂടി. താങ്ക് യു. കാറിൽ കയറാൻ ഭാവിക്കുമ്പോൾ ഒരു മണിയടി കേട്ടു. സ്കൂൾ യൂണിഫോമും ധരിച്ച ഒരു പെൺകുട്ടി സൈക്കിളിൽ വരുന്നു. പ്രിയയാവണം. കുട്ടി വലുതായിരിക്കുന്നു. ഇന്ന് പ്രിയ നേരത്തെ ആണല്ലോ, മിസ്റ്റർ ഉണ്ണി പറഞ്ഞു. എന്താ സംഗതി പ്രിയേ? ടീച്ചർ നേരത്തെ വിട്ടു. സൈക്കിളിൽ നിന്നിറങ്ങിയ പ്രിയ നാണത്തോടെ അതേസമയം കൗതുകത്തോടെ രാജിയെ സൂക്ഷിച്ചു നോക്കി. ആരാണിതെന്ന് തല കാഞ്ഞാലോചിക്കുന്ന പോലെ. പ്രിയക്കിന് മനസ്സിലായില്ലേ? പ്രിയ നഖം കടിച്ചുകൊണ്ട് വീണ്ടും സൂക്ഷിച്ചു നോക്കി. ക്രമേണ മുഖത്ത് വെളിച്ചം പരന്നു. രാജി ചേച്ചി, ഇസ്ന്റ് ഇറ്റ്? മിടുക്കത്തി. രാജി പ്രിയയുടെ തോളത്ത് തട്ടി. മറന്നിട്ടില്ല അല്ലേ? എനിക്ക് മനസ്സിലായി, പ്രിയ വിശദീകരിച്ചു. കുറുപ്പ് മുത്തശ്ശന്റെ ഹൗസിൽ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ദാറ്റ്സ് വൈ. ശരി, ഇപ്പം ഞാൻ പോട്ടെ. രാജി പ്രിയയുടെ തലയിൽ പതുക്കിയൊന്ന് കിള്ളി. പിന്നെ കാണാം. അച്ഛൻ വരുമ്പോ രാജി ചേച്ചിയുടെ വീട്ടിൽ വരൂട്ടോ. പ്രിയ വരാമെന്ന് തലയാട്ടി. സുന്ദരിയായ കുട്ടി. നിഷ്കളങ്കമായ മുഖം. കണ്ടിട്ട് കുസൃതി കൊടുക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ കാണാം.
എല്ലാവരോടുമായി യാത്ര പറഞ്ഞ് രാജി കാറിൽ കയറി. അക്ഷമനായി തീർന്നിരുന്ന മുത്തു അതിനകം കാർ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞിരുന്നു. 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണിത്. അത് ഞാൻ 2 പ്രാവശ്യമായി വായിക്കാം. ബാക്കി നാളെ വായിക്കാം, അല്ലെങ്കിൽ ഒരുപാട് നീണ്ടു പോകും. താങ്ക് യു.